ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് എക്സ്റ്റി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി ലെഗസി എക്സ്ട്രീം ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. റിസ്കി ഡോറാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഡേ 1 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ എണ്ണീറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രാനി ലെഗസി എക്സ്ട്രീം ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഗ്രാനി ഒന്നും ഇവിടെ കാണുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. എടുത്തങ്ങോട്ട് പോവാം. ഓക്കെ, പുറത്തോട്ട് ചാടിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് ഗൈസ് സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ. ഇനി തള്ളച്ചേ പൂശിയിട്ട് ഇന്ന് പോകത്തുള്ളൂ. അടിച്ചങ്ങ് ഉറക്കി വിടുവാൻ ഗൈസ്. ആ ഗ്രാനിയെ വെട്ടിച്ച് പിന്നെയും പോയി. ഓക്കെ, ഈ ബുക്ക് കൊണ്ടുവെക്കാം. ഓക്കെ. ഓ, ഭയങ്കര കഷ്ടം ഇത്. ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് മണ്ടയ്ക്ക് ബുക്ക് വെക്കാം. ഓ, അപ്പോൾ ഗൈസ് ബുക്ക് വെച്ചിട്ടുണ്ട്. ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് വെപ്പങ്കി ഇവിടെ നിന്ന് എടുക്കാം. തള്ളയെന്ന് തീർക്കും ഇത് വെച്ച്. കേട്ടെ, ഇനി വന്ന തള്ളയുടെ കഴിഞ്ഞ വീഡിയോത്തെ പോലെ എക്സ്ഷോട്ട് അടിക്കാൻ പറ്റുമോ അറിയത്തില്ല ഗൈസ്. എക്സ്ട്രീം അല്ല ഗൈസ്, നമുക്ക് പെട്ടെന്ന് കൊന്നേക്കാം. ഞങ്ങൾക്ക് അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അതായത് ഇനി പല അച്ചീവ്മെൻറ്റ്സും വരാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് നോക്കാം. ബാക്കി 2 എക്സ്ട്രീമിൻ്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, വെപ്പൺ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോവാം. ഗ്രാനി ഇപ്പം തന്നെ സ്പോൺ ആവും. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി പുറത്തോട്ട് ഇറക്കി അവിടുത്തെ ലിവർ ഒന്ന് വലിക്കുന്നുണ്ട് ഗൈസ്. നോക്കുവാണ് ഗൈസ്, ഗ്രാനി ഒന്ന് ചേസ് ചെയ്യുന്നതായിട്ട് സൗണ്ട് കിട്ടു. ഓക്കെ, ഒന്ന് ഇരുന്നിട്ട് പോവാ. ഓക്കെ ഗൈസ്, ഇവിടെ കാണുന്നുണ്ട്. ഇല്ല ഗൈസ്, ഒരു കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയാൽ ലിവർ ഒന്ന് വെക്കാം. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ വില്ലൻ നമ്പർ തന്നെയാണ് ഗൈസ്. നമ്പർ ഇല്ലെങ്കിൽ കളി പോകും കയ്യിൽ നിന്ന് കോയ്സ്. ഓക്കെ ഗൈസ്, ഒരു ദിവസം പോലും ചാവാതെ എസ്കേപ്പ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ അതിലോട്ട് ചാടാം. ഗ്രാനിക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. ഗൈസ്, ഇനി ഇതുപോലത്തെ ഗെയിം പ്ലേ വേണമെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല പുതിയ ഗെയിം പ്ലേ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പൂപ്പനെയും കൂടെ വേണമെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യുക. നമുക്ക് പുള്ളിയും കൂടെ ഇട്ട് എക്സ്ട്രീം ഒന്ന് എസ്കേപ്പ് ചെയ്യേക്കാം. പിന്നെ ഇന്നത്തെ ഇമ്പോസിബിൾ മോഡ് ഉണ്ട്. കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. ഈ മൊബൈലിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഇച്ചിരി ഹാങ് ആണ് എൻ്റെ ഗൈസ്. ഇത് ഞാൻ വെച്ചിട്ട് പോവാന്ന്. പക്ഷേ കഷ്ടകാലം. എൻ്റെ ഗൈസ്, ഈ വഴിയൊന്നും പറ്റത്തില്ല. നമുക്ക് മണ്ടക്കോട്ട് കയറി നോക്കാം. എന്നാ കുഴപ്പമില്ല. ഓക്കെ, തള്ളച്ചയെ പറ്റിച്ച് പോകാൻ വലിയ ഐഡിയ കാണുമായിരിക്കും. ഓക്കെ, ഇവിടെ ആരുമില്ല. നമുക്ക് ഏറ്റവും പഴയ ട്രിക്ക് ഇറക്കാം. ഓക്കെ, വേഗം വിട്ടോ. ഈ മൂലയ്ക്ക് അങ്ങ് പറ്റി തള്ളച്ചി കാണത്തില്ലല്ലോ. അങ്ങ് പോയാൽ മതി. ഓക്കെ, അങ്ങ് പോയിട്ടുണ്ട്. പൈസ അങ്ങ് മണ്ടക്കോട്ട് പോവാം. വെച്ച് കീച്ചി കഴിയും. ഇപ്പം തള്ളച്ചി പറന്നിങ്ങി വരും. ഓക്കെ. ആ, എക്സ്ട്രീം ഗൈസ്. എവിടെന്നേലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടി കിട്ടും ഉറപ്പാ. അതും ഗ്രാനി അപ്പൂപ്പനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. തള്ളച്ചി ഒന്ന് പോയിക്കാം. കുറച്ചു നേരം കടന്ന് പോയിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാറിനകത്ത് കയറിയിരിക്കാം. പക്ഷേ ഗൈസ്, ഗ്രാനിക്കകത്ത പോലെ മറ്റേ ഡോറിൻ്റെ സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല ഗൈസ്. റീമേക്ക് അല്ല, അങ്ങനെ പല മിസ്റ്റേക്സൊക്കെ വരും. ഓക്കെ, നമുക്ക് ബെൽറ്റ് സീറ്റ് എടുക്കാം. ഇത് മാറ്റിയിട്ടിട്ട് അതിനകത്തോട്ടിടാം. ഓക്കെ, അത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോകാം ഗൈസ്.
പെട്ടെന്ന് ഗ്രാനി മയങ്ങിയിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക്. പാടിലോക്കോട് എടുക്കുക, അങ്ങോട്ട് മണ്ടയ്ക്ക് കൊണ്ട് വെക്കുക. ഓക്കെ ഐസ് ഫ്രഞ്ച് വിളിക്രാങ് എടുക്കാം. വൈസ് വെഞ്ചാൻഡിലും വെച്ച് ഞങ്ങൾക്ക് നേരെ ബാക്ക് യാർഡിലോട്ട് പോവുക. എന്നിട്ട് അവിടെ വെച്ച് ഹാർമർ അങ്ങ് എടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കുക ആവാനായിട്ട്. കുഴപ്പമില്ല. ഓക്കെ. ഗ്രാനിയോട് ഒച്ചയിട്ട് വിളിപ്പിക്കുക. ഇതുകൊണ്ടാണ് തള്ളച്ചിയെ പറ്റിച്ച് ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ടാ. അങ്ങനെ പോയി. തള്ളച്ചി ജെറ്റ് പോകുന്നവരെ പോയിട്ടുണ്ട്. നമുക്ക് നേരെ വെച്ച് കീച്ച. ഓക്കെ. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇവിടെ വന്നോ? ഇതൊക്കെ ഇത് ഞാൻ വിചാരിക്കാത്തതാണല്ലോ. ഇവിടെ നമ്പറൊക്കെ എഴുതി വെച്ചിരിക്കുക. എന്തോ അക്കൗണ്ടാണ്. അത് കുഴപ്പമില്ല. ഗ്രാനി പോവാതെ ഒന്നും നടക്കത്തില്ല. നോക്കിയിട്ട് പോവാ. ഒരു പോട്ടെ, പതുക്കെ പോവാം ഗൈസ്. പുറത്തോട്ട് പോവാ. ഓക്കെ, എണീച്ചു പോണ പോക്കും. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് കട്ടിംഗ് പ്ലേസ് വെച്ചിട്ട് പണിയെല്ലാം ചെയ്ത് തീർക്കാം. അങ്ങനെ ഗൈസ് എക്സ്ട്രീം പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഈ പാളോക്കിയൊക്കെ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അയ്യോ ഗ്രാനി ഇവിടെ സ്റ്റക്കായി കിടക്കുള്ളൂ. ഇത് എന്നാ പറ്റി? അയ്യോ പാവം തള്ളച്ച് ചീറ്റി പോയേ. അയ്യോ പാവം കഷ്ടം. അവിടെ നോക്കിയിരിക്കുമോ നിങ്ങളെ? എന്തോ ബഗ് അടിച്ചാണോന്ന് അറിയത്തില്ല. ഒന്നുകൂടി ഇട്ട് നോക്കാം. ഓക്കെ പൈസ കുഴപ്പമൊന്നുമില്ല തള്ളക്ക്. അപ്പം നേരെ അങ്ങോട്ട് പോവാ. ഗ്രാനി ഇച്ചിരി മുടയിറക്കുമോ ഞങ്ങളോട്? 2 ഡോസും കൂടെ കൊടുക്കാനൊന്നുണ്ട്, പക്ഷേ എസ്കേപ്പ് ചെയ്താൽ മതി. അപ്പം അതേ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ ഗ്രാനി എഴുതാൻ പോലെ നോക്കിയിരിക്കുക. ഇത് കഷ്ടം. ഇത് ഗ്രാനി ജെറ്റ് പോകുന്നവരെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ അടുത്ത പരിപാടിയെല്ലാം ചെയ്ത് 1 ഡീസ്പോണായി. പറ്റുവാണെങ്കിൽ ഗൈസ് ഞാൻ ഇതിൻ്റെ ഇമ്പോസിബിൾ മോഡും കൂടി ഇട്ട് കളിക്കുന്നതായിരിക്കും. റിമോട്ട് ഇവിടെ നിന്ന് എടുക്കുക. സ്ഥിര ഏർപ്പാട് തന്നെ ചെയ്യുക. തള്ളച്ചിയെ പറ്റിച്ചു. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ പോവാ, അതാണ് നല്ലത്. ഓക്കെ, ഒരു കുഴപ്പമില്ല ഗൈസ്. ബാറ്ററി എടുക്കാം. ഇപ്പൊ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങ് വരൂ. അയ്യോ വിട്ടോ സമയമില്ല. അയ്യോ ജസ്റ്റ് ഓക്കെ. രണ്ടാമത്താണ് എന്നെ ചേസ് ഡൗൺ ചെയ്യുന്നത്. കുഴപ്പമില്ല, തള്ളച്ചയ്ക്ക് എന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരത്തി പൊട്ടിയായി പോയി. എന്ത് പറയാനാ? നിഷ്കളങ്കമായ മോന്തയിലോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല. അത്രയും കഷ്ടമാണ് ഗൈസ്. ഇത് വിട്ടോ ഡ്രായിങ് ആണ് ഗൈസ്. ഒരു ദിവസം വിളിച്ചാവാൻ ഞങ്ങൾ ഈ കളി എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നേരെ ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇച്ചിരി സൂക്ഷിച്ചും കണ്ടു വേണം ഗൈസ് ഗ്രാനി എക്സ്ട്രീം എസ്കേപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ അച്ചീവ്മെൻറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഞങ്ങളെ ഫസ്റ്റാണിത്. അപ്പോൾ അടുത്ത സീവർ എസ്കേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഗൈസ് അതിനകത്ത് ഞങ്ങൾക്ക് ഗ്രാൻഡ് പേയും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ ഈ സ്പൈഡർ കീ കിടന്നു അപ്പോൾ കാണുന്നില്ലല്ലോ. ഒറ്റനകത്ത് തനി ഗോൾഡായിരുന്നു. ഇതിപ്പോൾ ഏതാണ്ട് മുക്കോണ്ടം പോലെ അടിച്ചു വെച്ചിരിക്കുക. ഗൈസ് ഞങ്ങൾക്ക് ഈ സ്പൈഡർ കീ എടുത്തുകൊണ്ട് നേരെ സീവറിനകത്തോട്ട് പോവുക. ഗൈസ് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങാം. ആഞ്ചലീന സ്പൈഡറിനെ കുറച്ച് പേടിക്കുന്ന നല്ലതായിരിക്കും, പക്ഷേ അവരുടെ മൂവ്മെൻറ്റ്സ് വെച്ച് ഞങ്ങൾക്ക് എങ്ങനെയും ആ മെലോണൊന്നും എടുക്കാൻ പറ്റുകയാണ്. ഓക്കെ പോവാം. അവിടെ പോകുന്നുണ്ട്, ജെറ്റ് പോകുന്ന പോലെ പോയിട്ടുണ്ട്. നേരെ പോയി കയറാം.
ഓക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. പൈസ ഒന്നെടുക്കണം. ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. ഒന്ന് തന്നെയല്ലേ? അത് തന്നെ. ഓക്കെ ഒന്നെടുത്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോവാ. ഇനി ഇവർ എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ഇറങ്ങി പോകാനായിട്ട്. ഡാർക്ക്നെസ് ആയതുകൊണ്ട് ദൂരെ വരുന്ന കാണാൻ പറ്റത്തില്ല. കണ്ടിട്ട് ഇവിടെ ഇല്ലാത്ത പോലെയാ തോന്നുന്നത്. അങ്ങോട്ട് വെച്ചിരിക്കോ? അയ്യോ ജസ്റ്റ് ഓക്കെ. തല്ലി കൊല്ലാൻ പോലും ഇതിനെ പറ്റത്തില്ല. അത്ര പവർഫുള്ളായി പോയി. ഓക്കെ ഗായ്സ്, ഇനി അവർ പോകുന്നിടം വരെ നോക്കിയിരിക്കണ്ടോ. എന്റെ ഗായ്സ് ദേ ആണ്ട പോകുന്നു. ഞങ്ങളെ കണ്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. വേഗം വിട്ടോ. തളച്ചിയും കൂടെ പൊഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് ഡോറും തുറന്ന് പോവാൻ. ഗ്രാനിയുടെ ഒരു അനക്കവും ഇല്ല. വേഗം മണ്ടക്കോട്ട് കയറിക്കോ. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഒന്ന് നോക്കണം, തിളച്ചെഴുതുന്നുണ്ടോ നോക്കണം. എനിക്ക് ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ എനിക്ക് നേരെ അങ്ങോട്ട് പോയാൽ പോലെ. ഓക്കെ, ഇത്തിരി പൊട്ടത്തരാ കാണിച്ചേ. കുഴപ്പമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മീൻസ് ഗ്രാനി ചാപ്റ്റർ 2ഉം 3ഉം വേണോ എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഹാർഡ് മോഡോ എക്സ്ട്രീം മോഡോ നോക്കുക. എനിക്ക് പറ്റാവുന്നവരെ കളിക്കാം. അഞ്ചാമത്തെ ദിവസമാണെന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയും എസ്കേപ്പ് ആക്കി തരുന്നതായിരിക്കും. ഈ കാണുന്നവർ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് കൂടെ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാനായിട്ട് ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് കയറാം. അങ്ങോട്ട് വേറെ ഗൈസ് ഞങ്ങൾക്ക് ബേഡ് സീഡ് പോയി എടുക്കണം ഗൈസ്. മാസ്റ്റർ കീ എടുക്കേണ്ടതാ. അങ്ങോട്ട് വിട്ടോ, വാങ്ങിക്കുക. ഇതാണ് അങ്ങോട്ട് ഗ്രാനിയെ എത്തിക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ പറ്റിയ ആ ഒരു പ്ലാങ്ക് പറ്റിയ ചതുരത്തിലുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ത്രോ ചെയ്യാം. ഒറ്റ ഗ്രാനിക്കകത്താണ് അങ്ങനെയല്ല, എങ്ങനെ വേണമെങ്കിലും അറിയാം. അപ്പോൾ ഗൈസ് ഗ്രാനി വരുന്നിടം വരെ ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ പോയി മാസ്റ്റർ കീ എടുക്കാം. മാസ്റ്റർ കീ എടുക്കുക, തള്ളെ വെട്ടിച്ച് പോവുക. ഓക്കെ, വച്ചിട്ടുണ്ട്. ഞാൻ വിട്ടോ ഗൈസ്, തള്ളച്ചിപ്പ് ഇങ്ങോട്ട് വരും. എൻ്റെ ഒരു വിശ്വാസം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്കൊന്ന് കുറച്ച് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്തിട്ട് എസ്കേപ്പ് ആയാൽ മതി. നോക്കിക്കോട്ടെ എങ്ങോട്ടാ. തള്ളച്ചിയെ എന്ന് അടിച്ച് തൂക്കൂ. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഏതാണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് അതും ചെയ്തെടുക്കണം. മറ്റേ ഗ്രാനിക്കകത്ത് എക്സ്ട്രീം കളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവർ പോകുന്നുണ്ടോ നോക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് ഗ്രാനിയെ വെട്ടിച്ച് മണ്ടക്കോട്ട് പോകണം. എന്നിട്ട് നേരെ ഡോറ് തുറക്കുക, എസ്കേപ്പ് ആവുക. അത്ര കാര്യമുള്ളൂ. ഇതേ പോകുന്നു. ഗ്രാനി ചാപ്റ്റർ 2ഉം 3ഉം പോലെ ഗൈസ്. 1-നകത്ത് ഇച്ചിരി എളുപ്പമായിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഗ്രാനി ഒന്നും അല്ലാതായിപ്പോയി. തള്ളച്ചി ഒരു ചുക്കും ചെയ്തില്ല ഞങ്ങളെ. ഗൈസ് ഞങ്ങൾ ഈ അച്ചീവ്മെൻ്റ് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗ്രാനി വന്ന് നോക്കി, അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഈ ഗ്രാനിയിലെ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.